ഷൂട്ട് ചെയ്യുന്ന സമയത്ത് ഞാനും സിൻസിയറും കൂടിയിട്ട് ക്രിസ്സാറിനെ ഇന്റർവ്യൂ ചെയ്യുന്ന ഒരു സീനുണ്ട്. അപ്പൊ ആ സീനില് ഷൂട്ട് തുടങ്ങിയ സമയത്ത് ഞങ്ങൾ ഇങ്ങനെ സംസാരിച്ചു തുടങ്ങിയതാണ്. അവിടെ കട്ട് വിളിച്ചപ്പോഴും ഇവിടെ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ഞങ്ങൾ ഓരോ സംശയം ചോദിക്കുമ്പോ അതിനെ കുറിച്ചിട്ട് പറയും, അതിന് ഉപകഥകൾ ഏറെ ഉണ്ടാവും. അങ്ങനെ അങ്ങനെ പറഞ്ഞു വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ഏത് വിഷയത്തെ കുറിച്ച് ചോദിച്ചാലും ഞങ്ങൾ അന്ന് ഏകദേശം രാവിലെ മുതൽ ഉച്ച വരെ ഇങ്ങനെ നിരന്തരം സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ആ ഷൂട്ട് പ്രോസസ്സ് നടക്കുന്ന സമയത്ത് തന്നെ ഗംഭീരമായിട്ടുള്ള ചർച്ചകളായിരുന്നു. അപ്പൊ അന്ന് ഞങ്ങൾക്ക് മനസ്സിലായതാണ് ഈ അതായത് നമ്മൾ ചോദിക്കുന്ന ചില ആളുകൾ ചില വിഷയങ്ങളിൽ വളരെ അഗാധമായിട്ടുള്ള പാണ്ഡിത്യമുള്ള പോലെയാണ്. പക്ഷെ അദ്ദേഹത്തിന് എനിക്ക് തോന്നിയിട്ടുള്ള ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാല് ആത്മീയതയെ കുറിച്ചിട്ടും സയൻസിനെ കുറിച്ചിട്ടും ഒരുപോലെ നമുക്ക് അറിവുകൾ ഞങ്ങളായിട്ട് പങ്കുവച്ചിട്ടുണ്ടായിരുന്നു. എന്ത് ചോദിച്ചാലും ഉത്തരം പറയുന്നത് ChatGPT പോലും 2000 നിന്നു. അത് കഴിഞ്ഞിട്ടുള്ള ഡേറ്റാബേസ് അറിഞ്ഞിട്ടില്ല. 2022 കഴിഞ്ഞ ChatGPT ഒരു ഉത്തരം പറയില്ല. അപ്പൊ പിന്നെ ഞാൻ ChatGPT പോലും അല്ല. അതുകൊണ്ട് എന്ത് ചോദിച്ചാലും ഉത്തരം പറയുന്ന മെഷീൻ അല്ല. ഔട്ട് ഓഫ് ഇൻട്രസ്റ്റ് ഇപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സ്റ്റുഡൻ്റ് ആണ്. ഞാനിപ്പോൾ LLM ചെയ്യുന്ന ഒരു ഡോക്ടറിൽ വർക്ക് നടക്കുന്നു. അപ്പൊ പഠിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോൾ പല സബ്ജക്റ്റ് പഠിക്കുന്നതിന്റെ അതിന്റെ എഫക്റ്റ് ആയിരിക്കാം. ഇത്രയും ആൾക്കാര് താങ്കളെ പറ്റി ഇത്രയും പറഞ്ഞ സ്ഥിതിക്ക് ഈ ഒരു കാര്യം കൂടെ ചോദിക്കാൻ ആഗ്രഹിക്കുക. കാരണം ഇപ്പൊ മുല്ലപ്പെരിയാർ ഇഷ്യൂ ഒക്കെ വളരെയേറെ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു വിഷയമാണല്ലോ. അതിനെ കുറിച്ച് രണ്ടുപേർക്ക് സംസാരിക്കാമോ? മുല്ലപ്പെരിയാർ ഇഷ്യൂവിനെ എപ്പോഴും ഹൈലൈറ്റ് ചെയ്യുന്നത് ചൈനയിൽ നടന്ന ഒരു ഫ്ലഡ് ഡിസാസ്റ്ററിനെ കുറിച്ചാണ്. അതായത് അതിന്റെ ഫുഡ് ഫെയിലിയർ എന്ന് പറയും. അതായത് ഈ ഡാം ഡിസൈൻ ചെയ്യുമ്പോൾ അതിന്റെ താഴെ ഒരു ടോ ഉണ്ട്. അതായത് ഒരു വലിയൊരു പോർഷൻ ഉണ്ട്. അത് സ്ലിപ്പായിട്ട് ഇത് ഒഴുകി വരും എന്നൊക്കെയാണ് പറയുന്നത്. ടു എൻ എക്സ്റ്റെന്റ് പണ്ട് ഡിസൈൻ ചെയ്ത ഓരോ സ്ട്രക്ചറും, അത് റോഡായാലും ബ്രിഡ്ജ് ആയാലും ഡാം ആയാലും എല്ലാം സേഫ്റ്റി ഫാക്ടർ കൂട്ടിയിട്ടാണ് അവർ ചെയ്തിട്ടുള്ളത്. അത് അക്കാലത്ത് ചെയ്ത അവരുടെ ഒരു നന്മയും തന്നെ പറയാം. അതുകൊണ്ട് ഇന്ന് പൊട്ടും നാളെ പൊട്ടും എന്ന് പറയുന്നത് എത്രത്തോളം ശരിയാണെന്ന് അറിയില്ല. പിന്നെ ഇതിനകത്ത് പോളിറ്റിക്സ് ഉണ്ട്. ഞാൻ പോളിറ്റിക്സിൽ ഇൻവോൾവ് അല്ലാത്തത് കൊണ്ട് അതിന് സ്പെസിഫിക് ആയിട്ട് യെസ് ഒന്നും പറയാൻ പറ്റില്ല. പക്ഷെ ചൈനയിൽ അങ്ങനെ നടത്തുന്നത് ലക്ഷക്കണക്കിന് ആൾക്കാർ മരിച്ചിട്ടുണ്ട്. അതെല്ലാം സത്യമാണ്. ഇവിടെ ഇപ്പൊ നടക്കും എന്ന് പറയുന്നത് അത് പോളിറ്റിക്സ് ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നോ കമന്റ്സ്.